ഹായ് ഹലോ വെൽക്കം ടു സാലി റബേക്ക ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമുക്കൊരു ബീഫ് കറി വെക്കാം. ഞാൻ ബീഫ് കറി വെക്കാൻ ചട്ടി അടുപ്പത്തോട്ട് വെച്ചു. അത് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഇത് എൻ്റെ സ്വന്തം വീടാണ്, ജോലി വീടല്ല. ഇങ്ങനെ എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് രണ്ട് വീടുകൾ ജോലി വീട്ടിൽ വെച്ച് എടുത്തത് കൊണ്ടാണ് കേട്ടോ. എൻ്റെ സ്വന്തം വീടാണ്. പിന്നെ എല്ലാ കൂട്ടുകാർക്കും സുഖം ആണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാമല്ലോ, യുദ്ധം നടക്കുന്നു, പ്ലെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വരുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷം. അതിന് ഞങ്ങൾക്ക് തേങ്ങാക്കൊത്തൊന്നും കിട്ടാനില്ല. തേങ്ങ കിട്ടാനില്ല, കിട്ടാനുണ്ട്, അതിനുള്ള ഭയങ്കര വില. അതുകൊണ്ട് ഞങ്ങൾ തേങ്ങാക്കൊത്തൊന്നും ബീഫിനിടാനില്ല കേട്ടോ. അതുകൊണ്ടാണ്, നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ ഇവിടെ. എല്ലാം നമ്മൾ ഇത്ര പൈസ കൊടുത്തോണ്ട് എല്ലാം മേടിക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായി എണ്ണ കാണാൻ അടുപ്പൊക്കെ വരുന്നത്. ഞാൻ എണ്ണ എടുത്ത് ചട്ടിയിലോട്ട് ഒഴിക്കുവാണ് കേട്ടോ. ആവശ്യത്തിന് എണ്ണ വെച്ച്. നെയ്യില്ലാത്ത ബീഫാണ് നമ്മുടെ ഇവിടെ. അങ്ങ് നെയ്യില്ല, നമ്മൾ ഫ്രോസനെ വെക്കുന്ന ബീഫാണല്ലോ. ഇവിടെ നെയ്യൊന്നുമില്ല ബീഫിന്. അതുകൊണ്ട് ഞാൻ എണ്ണ അതുകൊണ്ട് ഇച്ചിരി എണ്ണ ഏറെ എമ്പിടി എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കടു പൊട്ടിക്കാനായിട്ട് എണ്ണ ചൂടായി, ചട്ടി ഓൾറെഡി ചൂടായായിരുന്നു. അപ്പോൾ ഞാൻ കടു പൊട്ടിക്കാനായിട്ട് കടു ഇട്ടു. ഓക്കെ, കടു ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കടു പൊട്ടട്ടെ. പൊട്ടപ്പോൾ ഞാൻ എൻ്റെ മസാലയും കൊടുത്തിട്ട് മറന്നുപോയി. അതിൻ്റെ മസാല എടുത്ത് വെച്ചു. ഓക്കെ, കടു പൊട്ടട്ടെ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം ഞാൻ കുനുകുന അരിഞ്ഞ ഇതിനകത്ത് ഇഞ്ചി വെച്ചു കേട്ടോ. കുനുകുന അരിഞ്ഞ് വെച്ചേക്കുവാണേ. അപ്പോൾ അതിനോട് ഇതിനകത്ത് വെച്ച് കൊടുക്കുന്ന സവാള ഒരു കിലോ ബീഫാണ്. ഒരു മൂന്നാലഞ്ച് ചെറിയ സവാള. എല്ലാം ഇപ്പം ഇടുന്നില്ല, അത്യാവശ്യത്തിന് മാത്രമേ ഉള്ളൂ. ബാക്കി ഞാൻ മാറ്റി വെച്ചു. മധുരം വരും ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി ഇതൊന്ന് വഴറ്റിയിട്ട് നമുക്ക് വരാം. പൊടി എന്തൊക്കെ ഇടുന്നതിന് ഞങ്ങളെങ്ങനെ ചെയ്യുന്നതെന്ന്. ഹലോ, ഉള്ളി രണ്ട് സവാളയും എല്ലാം പച്ചമുളകൊക്കെ ഏറെക്കുറെ വഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ ഉള്ള പൊടികൾ കഴിഞ്ഞ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ഗരം മസാലയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടുള്ളൂ. നമ്മൾ ഈ പ്രഷർ കുക്കറൊന്നും അല്ല, ഞാൻ ഈ വീട്ടിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ വെക്കുന്ന ആഹാരങ്ങളാണ്. അതിൻ്റെ ഉള്ള കുക്കിങ്ങേ നമുക്ക് അറിയത്തുള്ളൂ. അല്ലാതെ ഞാൻ വലിയ കുക്കിങ്ങായൊന്നും അല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അതിനെപ്പോലെ ഞാൻ ഇങ്ങോട്ട് പകർത്തുവാണ്. അപ്പോൾ വലിയ ചാനലൊക്കെ വലിയ വലിയ കുക്കിങ്ങുകാരുണ്ട്, അവരൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ചെയ്യാനൊന്നും അറിയത്തില്ല കേട്ടോ. അതുകൂടെ ഞാൻ ഇതിനകത്ത് പറയുന്നു. ഞാൻ ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എരിവുണ്ട്, എരിവില്ലെങ്കിലും നമുക്ക് അത്ര എരിവ് വേണ്ട. അത് ഞാൻ അത്ര ഇട്ടിട്ടുണ്ട്. 2 സ്പൂൺ മല്ലിപ്പൊടി ഇതിനകത്താണ്. കുറച്ച് എല്ലാം കുറച്ചാണ് കുത്തൽ വെക്കില്ലേ, ഇതൊക്കെ കൊടുക്കുന്നത്. ഈ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ 1-2 വീട്ടു വിശേഷം പറയാം. ഒരുപാട് പേര് ചോദിച്ചതിൻ്റെ ഫലമായിട്ട് പറയുകയാണ്, എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയുന്നു. അവർക്ക് അറിയില്ലല്ലോ എൻ്റെ വീടിനെ പറ്റി. ഞങ്ങൾ മൊത്തം 8 മക്കളാണ്. 8 മക്കളിൽ ഞങ്ങൾ 5 പെണ്ണും 3 ആണുമാണ്. അതിൽ 3 ആങ്ങളന്മാരും പല പല സ്ഥലങ്ങളിലാണ്. കണ്ണൂർ, പിന്നെ എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ട്. ബാക്കി 2 ആങ്ങളന്മാർ, അങ്ങനെ അവരൊക്കെ പല പല സ്ഥലങ്ങളിൽ. പിന്നെ ഞങ്ങൾ 5 പെണ്ണുങ്ങളിൽ ഒരു ചേച്ചി മരിച്ചുപോയി. ഒക്കെ ഞങ്ങൾ 4 പേരുണ്ട്. ഇപ്പോൾ ഞങ്ങൾ മൊത്തം. അതിൽ ഏറ്റവും ഇളയതാണ് ഞാനാണ് 8ാമത്തത്. എൻ്റെ ചേച്ചി ഇവിടെ ഉണ്ട്. 7ാമത്തെ എൻ്റെ ചേച്ചിയുണ്ട്, ലൗലി. അവളിവിടെ ഉണ്ട്. എന്നെപ്പോലെ വീട്ടിൽ ജോലി തന്നെ ചെയ്യുവാണ്. പുള്ളിക്കാരത്തി ഇന്ന് ഇവിടെ ഇല്ല, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കാണിക്കുമായിരുന്നു. ഇന്നില്ല ഇവിടെ. അവൾക്ക് ഇന്ന് വെള്ളിയാഴ്ചയായിട്ട് പണിയുണ്ട് കേട്ടോ. അതുകൊണ്ട് അവളെ പണിക്ക് പോയി. പിന്നെ ഉള്ളത് പിന്നെ നമുക്ക് ഇതിൻ്റെ വിശേഷം കൂടെ പറഞ്ഞിട്ടിരിക്കുമല്ലേ. നമുക്ക് ബീഫ് മസാല ഇട്ട് കൊടുക്കാം. ബീഫ് മസാല ഇട്ട്, പിന്നെ അതാണ് എൻ്റെ ഫാമിലി. ബിഗ് ഫാമിലിയാണ്. അതിൽ ഏറ്റവും ഇളയതാണ് ഞാൻ. പിന്നീട് എനിക്ക് അമ്മയും അപ്പനും ഇല്ല. എൻ്റെ അമ്മയും അപ്പനും മരിച്ചുപോയി. എൻ്റെ വീട്ടിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സൂസമ്മയെന്ന് പറഞ്ഞ ചേച്ചിയാണ്, 6ാമത്തെ. അത് വീട്ടിൽ അച്ഛന്മാർക്കായാലും എല്ലാവർക്കും അവൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബാക്കി എല്ലാവരും കുടുംബത്തിൽ നോക്കുന്ന അവളാണ്. അമ്മയും അപ്പനും, ഞങ്ങളുടെ അമ്മയും അപ്പനും എല്ലാം തുല്യമായിട്ട് എൻ്റെ സൂസമ്മയാണ് ഞങ്ങളുടെ വീട്ടിലെ എല്ലാം. സൂസമ്മയെ പറ്റി പറയാനാണെങ്കിൽ, സൂസമ്മയ്ക്ക് ഒരു മകളാണ്. അവളെ കല്യാണം കഴിച്ചേക്കുന്ന കണ്ണൂരാണ്.
പിന്നെ അവളെ പറ്റി ഒരുപാട് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ അവളെ പറ്റി പറയുമ്പോൾ ഞാൻ അറിയാണ്ട് അറിയത്തില്ല, ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് ബഹുമാനിക്കുകയും എൻ്റെ ജീവനാണ്. ഇന്നും ഞാൻ ഈ കുവൈറ്റിൽ നിൽക്കണമെങ്കിൽ അവളാണ്. അപ്പം അതിങ്ങനെ വായിക്കൊണ്ട് വട്ടെ. കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചാൽ അവളെ പറ്റി പറയുമ്പോൾ ഒരുപാട് കൊണ്ട് കണ്ണ് നിറയും. കാരണം അതെനിക്കറിയില്ല. അപ്പം പിന്നെ പ്രേക്ഷകർ പറയും സാലിക വെക്കുന്ന കരയരുതെന്ന് പറയും. ശരിയാ, കരയത്തില്ല. പക്ഷെ അവളെ പറ്റി പറയുമ്പോൾ എനിക്കറിയില്ല, ഓട്ടോമാറ്റിക്കലി എൻ്റെ കണ്ണ് നിറയും. എൻ്റെ ചങ്കാണ്, എൻ്റെ അമ്മയാണ്, അപ്പനാണ്, എൻ്റെ ചേച്ചിയാണ്, കൂട്ടുകാരിയാണ്. അതിനുപരി എൻ്റെ കാണപ്പെട്ട ദൈവമാണ്. ഓക്കെ, നമുക്ക് ബീഫ് കറിയിലേക്ക് പോകാം. ഞാൻ അവളെ പറ്റി പറയുമ്പോൾ അറിയാണ്ട് ഇമോഷൻ ആവുന്നേ, സോറി കേട്ടോ, ഞാനീ പോകുന്നതാണ്. പിന്നെ നമുക്ക് പുള്ളിക്കാരത്തി വീട്ടിലാണ്. വീട്ടിൽ മറ്റേ ടൈം കുറച്ച് വെച്ചേക്കും കേട്ടോ. ഇതൊക്കെ എല്ലാം ആണ്. ഇതിന് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടാൽ മതി. ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കുരുമുളക് തട്ടുന്നത്. അതിനൊന്നും വിചാരിക്കുന്നത്, എനിക്കൊരു അളവിൻ്റെ നമുക്കറിയാമല്ലോ, അതനുസരിച്ച് നമ്മൾ കുരുമുളക് തട്ടി ആവശ്യത്തിന് ഇട്ടാൽ മതി. അങ്ങനെ പിന്നെ എന്താണ് പ്രഷർ സുഖം. ഇനി നമുക്കിതെല്ലാം ചെയ്തിട്ട് നമുക്കിതിലോട്ട് തട്ടുമ്പം കാണാം. ഞാൻ ബീഫിനകത്ത് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു തക്കാളി കൂടെ ഇട്ട് ഞാനത് കാണിച്ചില്ല. അത് ഞാൻ മറന്നില്ല കേട്ടോ. അതിന് കൂടി ഇപ്പോൾ ഞാൻ ഇപ്പം നോക്കിച്ചതുകൊണ്ട് അത് മറന്നുപോയി. ഞാൻ ഇതിനകത്തില്ല തേങ്ങാക്കൊത്തില്ല, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഭയങ്കര വരാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൊണ്ട് തേങ്ങയില്ല. അപ്പോൾ അതാണ്. ഇനിയിപ്പോൾ നമുക്ക് കുക്കറിലേക്ക് ഇടാം, എന്നിട്ട് വെന്തിട്ട് വരാം. അങ്ങനെ ബീഫ് നമ്മൾ പ്ലെയിൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഒരു വിസിൽ കേൾക്കുമ്പോൾ നമുക്കത് കുറച്ചിടാം. പിന്നെ ഇപ്പോൾ ഒരു കാര്യം പറയാൻ, ഇപ്പോൾ എൻ്റെ ചേച്ചി ഞാൻ ഈ വീഡിയോ പുറത്തേക്ക് ഇടുമ്പോഴായിരിക്കും പുള്ളിക്കാരത്തി അറിയുന്നത് എനിക്ക് ഇത്രമാത്രം സ്നേഹമുണ്ടെന്ന് അറിയാം, എന്നാൽ ഇത്രമാത്രം ഉണ്ടെന്ന് പുള്ളിക്കാരത്തി ഇപ്പോഴായിരിക്കും അറിയുന്നത്. സോറി സുസമ്മ. അങ്ങനെ നമ്മുടെ ബീഫ് റെഡിയായി. അവിടെ നിന്ന് വെച്ചാൽ കാണാൻ പറ്റില്ല. കണ്ടോ ഒന്നും പറ്റും. എന്താ ഓക്കെ, ക്യാമറ പിന്നെ കൊണ്ടുവരുക. കണ്ടോ ഓക്കെ അല്ലേ, എണ്ണയൊക്കെ തരും, നല്ല സൂപ്പർ കിട്ടും. ഓക്കെ, അത് എല്ലി കണ്ടോ ഒന്ന്. ഇപ്പം വെട്ടാൻ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ വെട്ടിയില്ല. കണ്ടോ ഉടകട ഭയങ്കര എല്ലാണ് കടച്ച്. ഓക്കെ, താങ്ക് യു. ഹലോ, ബീഫ് വേണ്ട, നല്ല ബീഫ്, ചെറുപയർ തോരൻ, മെഴുക്കുവരട്ടിയാണ്, സാമ്പാർ. അങ്ങനെ ബീഫും സാമ്പാറും പിന്നെ മെഴുക്കുവരട്ടി എല്ലാം കൂട്ടി സാലി റബേക്ക ഞം കഴിക്കാൻ പോവാണ്. എല്ലാവരും കഴിച്ചോ പ്രേക്ഷകർ? കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കഴിക്കട്ടെ. അടിപൊളി, സൂപ്പറാണ് ബീഫ്, അടിപൊളിയാണ്.